കർക്കിടക വാവിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ പ്രധാന ക്ഷേത്രങ്ങളിലും കടവുകളിലും ബലിതർപ്പണം നടന്നു. പുലർച്ചെ 4 മുതൽ വിവിധയിടങ്ങളിൽ പിതൃമോക്ഷത്തിനായി ആയിരങ്ങളാണ് ബലിതർപ്പണം നടത്താനെത്തിയത്. ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ സൗകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് ഒരുക്കിയത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, എന്തായാലും ആയിരങ്ങളാണ് ബലിതർപ്പണത്തിനായി എത്തിയിട്ടുള്ളത്. പുലർച്ചെ മുതൽ വലിയ ഭക്തജന തിരക്കാണ്. തൃശ്ശൂരിൽ എങ്ങനെയാണ്? ഇപ്പോഴും ഭക്തജന തിരക്ക് തുടരുകയാണോ? ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് വിവരങ്ങൾ? വലിയ തിരക്ക് തന്നെയാണ് ബലിതർപ്പണത്തിനായി ഉള്ളത്. പല ക്ഷേത്രങ്ങളിലും പുലർച്ചെ 1 മണി 2 മണി മുതലൊക്കെ ബലിതർപ്പണം ആരംഭിച്ചിട്ടുണ്ട്. ആറാട്ടുപുഴ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. അതുപോലെ തന്നെ കുറുക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രം തുടങ്ങി തൃശ്ശൂരിൽ ചാവക്കാട് പഞ്ചവടി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം, അതുപോലെ പാമ്പാടി അയ്യൂർമഠം, ഭാരതപ്പുഴയോരം, ഞാൻ നേരത്തെ പറഞ്ഞ ആറാട്ടുപുഴ മന്ദാരംകടവ്, അതുപോലെ കുറുക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രം, പുഴയ്ക്കൽ ശ്രീ ശാസ്താ ക്ഷേത്രം, പാറമേക്കാവ് ശാന്തിഘട്ട് തുടങ്ങി വിവിധ ഇടങ്ങളിലാണ് പിതൃതർപ്പണത്തിനായി പേര് കേട്ട സ്ഥലങ്ങൾ. ഇവിടെ എല്ലാം വലിയ തിരക്കാണ്. കുറുക്കഞ്ചേരിയിൽ ഇപ്പോഴും നീണ്ട നിര തന്നെയാണ്. കുറുക്കഞ്ചേരി ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ രാവിലെ മുതൽ തന്നെ, പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കായിരുന്നു. മഴയുടെ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ലാത്തതിനാൽ വലിയ രീതിയിലുള്ള തിരക്കാണ് ഇവിടങ്ങളിലൊക്കെ അനുഭവപ്പെടുന്നത്. മഴ മാറി നിൽക്കുന്നുണ്ട്. മഴ കഴിഞ്ഞ ദിവസങ്ങളൊന്നും തൃശ്ശൂരിൽ കാര്യമായ മഴയില്ല. ഇന്നും മഴയില്ല. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണെങ്കിൽ കൂടി വലിയ തിരക്ക് തന്നെയുണ്ട്. പോലീസ്, ഫയർഫോഴ്സ്, അതുപോലെ ആരോഗ്യ വിഭാഗം ഉൾപ്പെടെയുള്ള വലിയ സന്നാഹങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളായി ക്രമീകരണങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ ചാവക്കാട് പഞ്ചവടി എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ വലിയ സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. മറ്റ് അപകടങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ പോലീസും ഫയർഫോഴ്സും ഒക്കെ നടത്തിയിട്ടുണ്ട്. എന്തായാലും കുറുക്കഞ്ചേരിയിലും അതുപോലെ തന്നെ ചാവക്കാടും ആറാട്ടുപുഴയിലും ഒക്കെ നീണ്ട നിര തന്നെയായിരുന്നു. എന്തായാലും 11 മണി 12 മണി 1 മണി വരെയൊക്കെ പലയിടങ്ങളിലും പിതൃതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരാഴ്ച മുൻപ് തന്നെ ഈ പിതൃതർപ്പണത്തിന് എത്തുന്നവർക്കായിട്ടുള്ള വലിയ സൗകര്യങ്ങളാണ് ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഈ പിതൃതർപ്പണം നടത്തി വരുന്നവർക്ക് ചെറിയ രീതിയിലുള്ള ഭക്ഷണവും പലയിടങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും നീണ്ട നിര തന്നെയാണ് ഭക്തജനങ്ങൾ ഈ പിതൃതർപ്പണത്തിനായി എത്താനുള്ള നിർവഹിക്കാനുള്ള നീണ്ട നിര തന്നെയാണ് പല ക്ഷേത്രങ്ങളിലും ഇപ്പോഴും കാണുന്നത്. അരുണിമ. ശരി, വ്യക്തമാണ്. എന്തായാലും തൃശ്ശൂരിലും വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണമുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരും സന്നിധരായിട്ടുണ്ട്. ഈ ബലിതർപ്പണത്തിനായി എത്തുന്നവർക്കായി വേണ്ടിയിട്ടുള്ള ആഹാരവും മറ്റ് ഭക്ഷണ ക്രമീകരണങ്ങളും ഒക്കെ ക്ഷേത്രങ്ങളിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. വലിയ നീണ്ട ക്യൂ ഒക്കെയാണ് ക്ഷേത്രങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. വലിയ ജനത്തിരക്കാണ് ഇത്തരത്തിൽ ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ളത്. ചടങ്ങുകൾ പുരോഗമിക്കുകയാണെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തൃശ്ശൂരിൽ നിന്നും അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ്. പുലർച്ചെ മുതൽ തുടങ്ങിയതാണ് ഈ ഒരു ചടങ്ങുകളൊക്കെയും. എന്തായാലും ഇപ്പോഴും ഭക്തജനങ്ങളുടെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബലിതർപ്പണത്തിനായി നിരവധി ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് സേനയും ഫയർഫോഴ്സും ആംബുലൻസ് സജ്ജീകരണങ്ങളും ഒക്കെ എല്ലാ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും സജ്ജമാക്കിയിട്ടുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും ഭക്തർക്ക് ഒരുക്കി നൽകിയിട്ടുണ്ട്. നിരവധി ആളുകൾ തടിച്ചുകൂടുന്നുണ്ട്. ഓരോ മണിക്കൂർ പിന്നിടുമ്പോഴും ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. എന്തായാലും ചടങ്ങുകളൊക്കെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ജലാശയങ്ങളിൽ മുങ്ങി നിരവധി ആളുകളാണ് ബലിതർപ്പണം നടത്തുന്നത്. പിതൃക്കളെ സ്മരിക്കുന്ന ഇന്നത്തെ ദിവസം ഈ ഒരു കർക്കിടക വാവ് ബലിതർപ്പണ ദിവസമാണ്. നിരവധി ആളുകളുണ്ട്. ഒപ്പം തന്നെ പ്രധാന കേന്ദ്രമായ ആലുവ മണപ്പുറത്തെ ദൃശ്യങ്ങളും പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നുണ്ട്. നിരവധി ആളുകൾ ഇപ്പോൾ ഈ ഒരു ആലുവ മണപ്പുറം ക്ഷേത്ര പരിസരത്ത് തടിച്ചുകൂടി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വലിയൊരു ഭക്തജന തിരക്ക് തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. ഒപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളുമുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ ക്ഷേത്ര കമ്മിറ്റികളും ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. എന്തായാലും ഓരോ മണിക്കൂർ പിന്നിടുമ്പോഴും ഇങ്ങനെ ഭക്തജനങ്ങളുടെ തിരക്ക് കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ഗതാഗത തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വലിയ രീതിയിലുള്ള മുൻകരുതലുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. സജ്ജീകരണങ്ങളുണ്ട്. എല്ലാ രീതിയിലുള്ള നിയന്ത്രണങ്ങളും ഇപ്പോൾ നടത്തുന്നുണ്ട്. എന്തായാലും പ്രധാന ക്ഷേത്രങ്ങളിലും ഒപ്പം തന്നെ മറ്റു ക്ഷേത്രങ്ങളിലും ഒക്കെ ഇപ്പോൾ ജനത്തിരക്ക് കൂടി വരികയാണ്. എന്തായാലും ഉച്ചവരെ ഇത്തരത്തിൽ ബലിതർപ്പണം നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോൾ ക്ഷേത്രങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഉച്ചവരെ ബലിതർപ്പണം നടത്താൻ സാധിക്കും. ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനായി എത്തിച്ചേരുന്നുണ്ട്. അവരുടെ പിതൃക്കളെ
സ്മരിക്കുന്ന ഒരു ദിവസം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട്, ഈ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും ജനങ്ങൾ ക്ഷേത്രത്തിൽ തടിച്ചുകൂടുന്നു. ഇപ്പോഴും ഈ ഒരു ചടങ്ങ് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറി വരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും പിതൃപുണ്യം തേടി ആയിരങ്ങളാണ് ക്ഷേത്രങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പിതൃക്കളെ സ്മരിക്കുന്ന ദിവസമാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങുകളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നിരവധി ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഓരോ മണിക്കൂർ പിന്നിടുമ്പോഴും ഇപ്പോൾ ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. അതിനനുസരിച്ച് എല്ലാ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് സജ്ജീകരണങ്ങളും ഒക്കെ ഉണ്ട്. എന്തായാലും എല്ലാവിധ സൗകര്യങ്ങളും ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുനിന്നും ഒരുക്കിയിരിക്കുന്നു. ഭക്ഷണവും വെള്ളവും ഒക്കെ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിലെത്തുന്നവർക്കായി സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ എല്ലാ വരുന്ന ബലിതർപ്പണത്തിനായി എത്തുന്ന എല്ലാവർക്കും വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളുമാണ് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും വലിയ ഒരു തിരക്കാണ്. പിതൃമോക്ഷത്തിനായി ആയിരങ്ങളാണ് ഇപ്പോൾ ബലിതർപ്പണം എത്താനെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ സൗകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ക്ഷേത്ര ഭാരവാഹികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആലുവ, മണപ്പുറം, ശംഖുമുഖം ഉൾപ്പെടെയുള്ള പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ വലിയ ജനത്തിരക്കാണ്. അതോടൊപ്പം തന്നെ ചെറിയ ക്ഷേത്രങ്ങളുമുണ്ട്. ആലപ്പുഴ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ജനത്തിരക്കുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ആലുവ മണപ്പുറത്തെ ശിവക്ഷേത്രത്തിലെ ഒരു ദൃശ്യമാണ്. ഏറ്റവും പ്രശസ്തമായൊരു ക്ഷേത്രം തന്നെയാണ് ആലുവ മണപ്പുറം ശിവക്ഷേത്രം. ഇവിടുത്തെ ബലിതർപ്പണത്തിനെത്തിയ ജനങ്ങളുടെ തിരക്കാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ജലാശയങ്ങളിൽ മുങ്ങിക്കുളിച്ച് അവരുടെ പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് വിശ്വാസത്തെ നിലനിർത്തുകയാണ്. അവരുടെ പിതൃക്കളെ സ്മരിക്കുന്ന ദിവസം കൂടിയാണ് ഈ ഒരു ദിവസം. ഇപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെ വന്ന് ഈ ഒരു ജലാശയത്തിൽ മുങ്ങി അവരുടെ ചടങ്ങുകൾ പൂർത്തീകരിക്കുകയാണ്. വിശ്വാസം കൂട്ടിയുറപ്പിക്കുകയാണ്. വീണ്ടും ഒരു ഒത്തുചേരേണ്ട ദിവസം കൂടി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ആചാരപ്രകാരമായാലും വിശ്വാസപ്രകാരമായാലും ഇത്തരത്തിൽ ചടങ്ങുകളൊക്കെ പൂർത്തീകരിക്കുകയാണ്. ഇപ്പോൾ വലിയ രീതിയിലുള്ള ജനത്തിരക്കാണ്. ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ മണിക്കൂർ കഴിയുന്തോറും ഇപ്പോൾ ജനങ്ങളുടെ എണ്ണം കൂടി വരുന്നു. വിശ്വാസികളാണ് തങ്ങളുടെ പിതൃക്കളെ സ്മരിക്കാനായി മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. വലിയ ജനത്തിരക്കുണ്ട്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും അവരുടെ ചടങ്ങുകൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചവരെയാണ് ഈ ഒരു സമയം നൽകിയിട്ടുള്ളത്. ഉച്ചവരെ ബലിതർപ്പണ ചടങ്ങുകളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും. ചടങ്ങുകളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിതൃക്കളോടുള്ള ആദരവും സ്നേഹവും സ്മരണയും ഒക്കെ പ്രകടിപ്പിക്കുന്നതിനായി അവരെ ഓർമ്മിക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം. ഈ ഒരു ബലിതർപ്പണ ദിവസം ഇപ്പോൾ എല്ലാവരും വിശ്വാസപൂർണമായി ആചാരപൂർണമായിട്ടും ഇപ്പോൾ കൊണ്ടുപോകുന്നത്. എന്തായാലും പൂർവികരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുകയും അവരുടെ അനുഗ്രഹം തേടുകയും ചെയ്യുക എന്നതാണ് ഇപ്പോൾ ഈ ഒരു ബലിതർപ്പണം എന്നതുകൊണ്ട് അതിന് പിന്നിലെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. എന്തായാലും ജലം, പുഷ്പം, ദർഭ ഇതൊക്കെയാണ് ഈ ഒരു ചടങ്ങിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ഈ ഒരു ചടങ്ങുകളുടെ ഭാഗമായിട്ട് നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഒരു ദർഭം, പുഷ്പം, അതോടൊപ്പം തന്നെ ഉരുള ചോറ്, എള്ള് ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ചടങ്ങുകളൊക്കെ പുരോഗമിക്കുന്നത്. എന്തായാലും പല കേന്ദ്രങ്ങളിലും ഇപ്പോൾ ബലിതർപ്പണ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ക്ഷേത്രങ്ങളുടെയും ആചാരങ്ങളുടെയും ഒക്കെ രീതി അനുസരിച്ച് ചടങ്ങുകളിലൊക്കെ ചില വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും ഇത് തന്നെയാണ് പ്രധാനമായും ഈ ഒരു പിതൃക്കളെ ഇന്നത്തെ ദിവസം അവരെ നമ്മുടെ പിൻഗാമികളെയൊക്കെ ഇത്തരത്തിൽ സ്മരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. എന്തായാലും അവരുടെ ആത്മശാന്തിക്കായിട്ട് അവരെ ഓർക്കുന്ന ദിവസം. എന്തായാലും വലിയ ജനത്തിരക്കൊണ്ട് ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. എന്തായാലും പ്രത്യേക പ്രാധാന്യമാണ് മലയാളികളെ സംബന്ധിച്ച് ഈ ഒരു കർക്കിടക വാവിന് ഈ ദിവസം, ഈ ഒരു വാവുബലി ദിവസം വലിയൊരു മലയാളികളെ സംബന്ധിച്ച് വലിയൊരു പ്രത്യേകതയുള്ള ദിവസം തന്നെയാണ്.